ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ഫാനിൻ്റെ ഏരിയകളിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മൾട്ടി കളർ അല്ലെങ്കിൽ RGB വരുന്ന LED വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഫാനിൻ്റെ സെക്ഷനിൽ അതുപോലെ തന്നെ ചെറിയ ഏരിയകളിലൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് പല കളറുകൾ, അത് കളറെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കളറുകൾ നമുക്ക് വീടിൻ്റെ അത് ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടി കളർ LED അല്ലെങ്കിൽ RGB LED എന്ന് പറയും. RGB LED നമ്മൾ ഈ കാണുന്ന പോലെ റിമോട്ട് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ്, കണക്ഷൻസ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ്, കണക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് കുറേ കളറുകൾ പറയുന്നുണ്ട്. വൈറ്റ്, അതുപോലെ തന്നെ R എന്ന് പറയുന്നത് റെഡ്, G ഉദ്ദേശിച്ച ഗ്രീൻ വരുന്നത്, പിന്നെ ബ്ലൂ, അതുപോലെ തന്നെ എല്ലാ കളറുകളും വരുന്നുണ്ട്. പിന്നെ വൈറ്റ് വരുന്നുണ്ട്, വാം വരുന്നുണ്ട്, പിന്നെ ഫ്ലിക്കറിങ് വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ മിന്നി തെളിയുന്ന രീതിയിൽ ഫ്ലിക്കറിങ് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ വാം വരുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന SMD LED സ്ട്രിപ്പ് ലൈറ്റ് എന്ന് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കും. 1 ഇയർ ഗ്യാരണ്ടിയാണ് വരുന്നത്. 12 വോൾട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് വരുന്നത്. പിന്നെ അത് കറക്റ്റായിട്ട് അതിൻ്റെ അത് പറയുന്നുണ്ട്. RGB ആണ് പറയുന്നത്. അതിൻ്റെ LED ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കണ്ടോ, RGB എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇങ്ങനെ 3 കളറുകളാണ്. ഈ 3 കളറുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കളറുകളും ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എങ്ങനെ കൊടുക്കാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ LED സ്ട്രിപ്പ് നമുക്കൊന്ന് കാണാം. LED സ്ട്രിപ്പിൻ്റെ ലെങ്ത്തും വയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, LED സ്ട്രിപ്പ് വരുന്നത് സാധാ LED സ്ട്രിപ്പിനെ അപേക്ഷിച്ച് 4 കണക്ഷൻസാണ് വരുന്നത്. ഒന്ന് പ്ലസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ RGB എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അതായത് ആ 4 ഓരോ LED-യിലേക്കും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ SMD LED-യിലേക്കും സാധാ വ്യത്യാസമുണ്ട്. SMD ആണ് വരുന്നത്, LED SMD ആണ് വരുന്നത്. അതിലേക്കും 4 കണക്ഷൻസാണ് പോകുന്നത്. റെഡ്, അതുപോലെ തന്നെ RGB എന്ന് പറയുന്ന കണക്ഷൻസ് 4 വയറുകൾ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 4 വയറുകളും തന്നെ കണക്ഷൻസും തന്നെ നമുക്ക് ഔട്ടും ഉണ്ട്. ഔട്ടും നിങ്ങൾക്കും ഇതുപോലെ തന്നെ 4 വയറുകളാണ് ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അതിൻ്റെ തുമ്പ് കാണുന്ന പോയിൻ്റാണ് ഈ കാണുന്നത്. 4 വയർ വരുന്നുണ്ട്. RGB, പിന്നെ അതിൻ്റെ പോസിറ്റീവ് വരുന്ന പ്ലസ്സും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മോഡ്യൂൾ കൂടി കിട്ടുന്നുണ്ട്. കൺട്രോൾ മോഡ്യൂൾ കൂടി കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിമോട്ട് ഉൾപ്പെടെയായിട്ടാണ് ഒന്നിച്ചാണ് വരുന്നത്. ഒന്നിച്ച് റിമോട്ട് കിറ്റും അതിൻ്റെ അതിൻ്റെ സെൻസറിൻ്റെ യൂണിറ്റും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ആദ്യമേ തന്നെ നോക്കാം. നമുക്ക് നോക്കാം റിമോട്ട് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, വൈറ്റ് ഫ്ലാഷ് ചെയ്യാം, സ്റ്റോറേജ്, അതുപോലെ തന്നെ ഫ്ലിക്കറിങ്, ഈ പറയുന്ന കളറുകളെല്ലാം 3 കളറുകളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ വാം, വൈറ്റ്, എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. ഈ കാണുന്ന കളറുകളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കണ്ടോ, അത് നമ്മൾ വലിച്ചു കളഞ്ഞിരിക്കണം. കാരണം വലിച്ചു കളഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ടച്ച് ചെയ്യാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വേണ്ടി മാത്രമാണ് പീസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മോഡ്യൂൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ LED സ്ട്രിപ്പിൻ്റെ 4 കണക്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണക്ഷൻസിൻ്റെ മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്കും നമ്മുടെ യൂണിറ്റിൻ്റെ ആരോ മാർക്കും സെയിം ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാരണം തിരിഞ്ഞു പോകരുത്. കാരണം പ്ലസ്സും മൈനസും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ LED സ്ട്രിപ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ആരോ മാർക്ക് ഈ യൂണിറ്റിൻ്റെ ആരോ മാർക്കായിട്ട് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട. ആരോ മാർക്കും അങ്ങോട്ടുള്ള ആരോ മാർക്കും തമ്മിൽ ഒന്നിച്ചായാൽ മാത്രമേ അത് കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുള്ളൂ. ആരോ മാർക്ക് നോക്കുക, ഇപ്പുറത്തുള്ളതിൻ്റെ യൂണിറ്റിൻ്റെ ആരോ മാർക്ക് നോക്കുക. കൺട്രോൾ നമ്മുടെ റിമോട്ടിൻ്റെ യൂണിറ്റിൻ്റെയും നോക്കിയതിന് ശേഷം കറക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് പിൻ ചെയ്താൽ മതി. ഇനി അതിൻ്റെ അകത്ത് പിന്ന് നമ്മളൊരു എക്സ്ട്രാ തരുന്നുണ്ട്. ഈ പിന്ന് വേണമെങ്കിൽ നമുക്കത് തരുന്നുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതും കൂടി നമുക്ക് കമ്പനി തരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ പിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LED സ്ട്രിപ്പിൻ്റെ ചില സൈഡിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, ചില സൈഡുകളിൽ 2 സൈഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ നമ്മുടെ റിമോട്ടിൻ്റെ സെൻസർ എന്ന് പറയുന്നത്. റിമോട്ടിൻ്റെ സെൻസർ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ TVയുടെ ആണെങ്കിലും എന്ത് സാധനത്തിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്ന സെൻസർ തന്നെയാണ്, സെയിം സെൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ആ സെൻസർ പുറത്തേക്കിട്ട് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിമോട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന ചാർജിങ് വോൾട്ടേജ് കൊടുക്കുന്നത് ഈ വോൾട്ടേജ് കൊടുക്കുന്നത് ഈ പിൻ ഉപയോഗിച്ചിട്ടാണ്. ഈ പിന്ന് വഴിയാണ് നമ്മുടെ LED സ്ട്രിപ്പിലേക്കും കാര്യങ്ങൾക്കും എല്ലാം സപ്ലൈ പോകുന്നത്. അപ്പോൾ ഇതുവഴി കൺട്രോളിങ് യൂണിറ്റ് വഴി പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഡാപ്റ്റർ ഒരെണ്ണം വേണം. അഡാപ്റ്ററിൽ നിന്നും നേരിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള പിന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്ലസ്സും മൈനസും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് എന്ന് ഉദ്ദേശിച്ചത് ചുവപ്പ് വയറാണ് കൊടുത്തിരിക്കുന്നത്. മൈനസ് എന്ന് അതിൽ കൊടുത്തിരിക്കുന്നത് അത് പല ടൈപ്പ് പിന്നുകൾ വരുന്നുണ്ട്. ഈ പിന്നുകളിൽ ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന SMBS മോഡൽ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 3 ആമ്പിയറിനാണ് കൊടുത്തിരിക്കുന്നത്. 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 5 ആമ്പിയർ വരെ മാക്സിമം കൊടുക്കാവൂ എന്ന് ആ മോഡ്യൂളിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ 220 വോൾട്ടേജ് ഫേസും ന്യൂട്രും അതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതി കണക്ട് ചെയ്തു. അതിനുശേഷം വി മൈനസ് വി പ്ലസ് എന്ന് കണ്ടോ, ഇതാണ് നമ്മുടെ ഡി സി വോൾട്ടേജ് വരുന്നത്. വി പ്ലസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ്, വി മൈനസ് ഉദ്ദേശിച്ച ഡി സി നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ ഇത് ഡി സി വോൾട്ടേജും നമ്മൾ ആദ്യം കണക്ട് ചെയ്ത് എ സി LN എന്ന് മാർക്ക് ചെയ്തത് 2 മഞ്ഞവർ കണക്ട് ചെയ്തിരിക്കുന്നത് എ സി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഓരോന്ന് കണക്ട് ചെയ്തു. LED സ്ട്രിപ്പ് ഓരോന്ന് കണക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ അഡാപ്റ്റർ അഡാപ്റ്റർ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ യൂണിറ്റ് കണക്ട് ചെയ്തു. യൂണിറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ടിൻ്റെ യൂണിറ്റ്. അതിനുശേഷം നമ്മൾ ആ 4 പിന്നിൽ നിന്ന് നേരെ നമ്മുടെ LED കണക്ട് ചെയ്തു. ഇങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ വിടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്തു കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് LED സ്ട്രിപ്പ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഇപ്പോൾ ഒരു ബ്ലിങ്കിങ് ലെവലിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഫാനിൻ്റെ മുകളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫാനിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തു. അതിനുശേഷം ബ്ലിങ്കിങ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഏത് മോഡലിൽ ലൈറ്റ് വേണമെങ്കിലും ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളാ പറഞ്ഞ സെൻസർ നമ്മളിവിടെ പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു പൊട്ട് പോലെ പുറത്തേക്ക് കിടക്കാൻ സാധിക്കും. ആ സെൻസർ പുറത്തേക്ക് ഇട്ടാൽ മാത്രമേ നമ്മൾ റിമോട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ സെൻസറിൻ്റെ പോയിൻറ്റും കൂടി പുറത്തേക്ക് ഇട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു പോയിൻ്റ് പോലെ, ചെറിയൊരു പൊട്ട് പോലെ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അതാണ് നമ്മൾ സെൻസറിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓൺ ഓഫ് ബട്ടൺ ഉപയോഗിക്കാം, വാം ഉപയോഗിക്കാം, RGB എന്ന് പറയുന്ന കളറുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് കളറുകളാണോ വേണ്ടത്, ഇപ്പോൾ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ നടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു വാം വൈറ്റ് സെലക്ട് ചെയ്യാം. വാം വൈറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വാം സെലക്ട് ചെയ്തിടുക. ഇനിയിപ്പോൾ ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ സെലക്ട് ചെയ്യുക. ഇനി വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏത് കളറുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്രയും കളറുകളുണ്ടോ, ഇതാണ് അതിൻ്റെ റിമോട്ടിൻ്റെ യഥാർത്ഥ രൂപം വരുന്നത്. നമുക്ക് ഫെയ്ഡ് വരുന്നുണ്ട്, സ്മൂത്ത്, അതായത് ഓവറായിട്ട് വെട്ടം വരാത്ത ഇതിൽ ചെറിയ രീതിയിൽ പതുക്കെ ലൈറ്റ് തെളിഞ്ഞ് വന്ന് ഫുൾ ലൈറ്റിലേക്ക് എത്തുന്നു. അതിനുശേഷം വീണ്ടും ഫുൾ ലൈറ്റിൽ നിന്ന് ചെറുതായിട്ട് ലൈറ്റിൽ ചെറിയ ലൈറ്റിലേക്ക് എത്തുന്നു. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്ക് LED സ്ട്രിപ്പ് ഇട്ടതിന് ശേഷം ഏത് കളറുകൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ MRPയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ കൊടുത്തേക്കാം. ഓൺലൈനിൽ നമുക്ക് വളരെ സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻസും അതിൻ്റെ ഐഡിയാസും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആരും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ലൈക്കാണ് നമ്മുടെ ഇപ്പോഴുള്ള മോട്ടിവേഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.